ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ സമയം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ BJPയുടെയും RSSന്റെയും CPMന്റെയും നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗമാണ് നടന്നത്. ഈ കഴിഞ്ഞ കാലത്തുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് ഇരുഭാഗത്തു നിന്നും പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ 3 മാസം മുമ്പ് മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് കണ്ണൂരിൽ ഒരു സർവകക്ഷി സമാധാന യോഗം ചേർന്നിരുന്നു. അന്ന് തന്നെ അവിടെ ഒരു ഉഭയകക്ഷി യോഗവും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്നിരുന്നു. എന്നാൽ അതിനുശേഷം ഇരുഭാഗത്തു നിന്നും ദൗർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കോട്ടയം ജില്ലയിലുമാണ് കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റ് ജില്ലകളിലും ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ നടന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഇരുഭാഗത്തു നിന്നും പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ജില്ലകളിൽ ഇരുഭാഗത്തു നിന്നുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ജില്ലാതലത്തിൽ സംഘടിപ്പിക്കണം. കണ്ണൂരിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച 5-ാം തീയതി കണ്ണൂരിൽ നടത്തും. തിരുവനന്തപുരത്തുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നാളെ തന്നെ ഇരുഭാഗത്തു നിന്നുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടൊരു ചർച്ച നാളെ തന്നെ നടത്തണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കോട്ടയത്തും നാളെ തന്നെ 2 ഭാഗത്തുമുള്ള നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടൊരു ചർച്ച, ഉഭയകക്ഷി ചർച്ച കോട്ടയത്തും സംഘടിപ്പിക്കുന്നതാണ്. അതിനുശേഷം പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർ തന്നെ ഇടപെട്ടുകൊണ്ട് തുടർന്നും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടാൻ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന കാര്യം അറിയിക്കുകയുണ്ടായി. അത് മറ്റ് പ്രതിപക്ഷത്തുള്ള കക്ഷി നേതാക്കന്മാരും കൂടി ആലോചിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിനുള്ള തീയതി നിശ്ചയിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലെന്നോ അല്ലെങ്കിൽ കവർ ചെയ്യാൻ പാടില്ലെന്നോ നിർദ്ദേശമുണ്ടായിരുന്നില്ല. പക്ഷേ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി വളരെ മോശമായ രീതിയിൽ മാന്യതയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്താൽ ഒരു പരിഹാരം ഉണ്ടാവില്ല. മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മളെ ദൃശ്യങ്ങൾ എടുക്കാൻ അനുവദിക്കുകയും 2 മിനിറ്റ് വിഷ്വൽ എടുത്തതിനു ശേഷം പുറത്തു പോകാൻ പറയുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ വിഷ്വൽ ഇവിടെ എടുക്കാൻ ഇപ്പോൾ CPMന്റെയും RSSന്റെയും BJPയുടെ നേതാക്കൾ ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ആ ദൃശ്യങ്ങൾ താഴെ തലത്തിലേക്ക് പോകുമ്പോൾ സമാധാനത്തിലുള്ള അന്തരീക്ഷം തന്നെയല്ലേ അത് ഉണ്ടാക്കുക. നമ്മൾ ആ ദൃശ്യങ്ങൾ എടുക്കാനാണ് സർവകക്ഷി യോഗങ്ങളൊക്കെ ചേരുന്ന സന്ദർഭത്തിൽ നിങ്ങളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താറുണ്ട്. വിഷ്വൽസ് എടുക്കാനൊക്കെ സമ്മതിക്കാറുണ്ട്. ഇതിന് വ്യത്യസ്തമായി ഇരു പാർട്ടികളുടെയും നേതാക്കന്മാർ തമ്മിൽ ഒരാശയവിനിമയം നടത്തുന്ന യോഗം മാത്രമായിരുന്നു. അല്ല, അങ്ങനെ പറഞ്ഞതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. നമ്മൾ ചർച്ച തുടങ്ങിയിട്ടില്ല, പ്രീ ഡിസ്കഷൻ വിഷയം എടുക്കുന്നത് അങ്ങയുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി നടപടിയാണോ? അത് അത്തരത്തിലെടുക്കേണ്ട, നിങ്ങളത് അനുവാദമില്ലാതെ അതിനായിട്ട് അവിടെ സംഭവിച്ചത് നിങ്ങൾ ആദ്യമേ സ്ഥലം ഒക്യുപ്പൈ ചെയ്തു.
ആ ഒരു പശ്ചാത്തലത്തിലാണ് കണക്കാക്കിയാൽ മതി. എവിടെ മീറ്റിംഗ് വയ്ക്കുമ്പോഴും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ എത്താറുണ്ട്. പിന്നെ ദൃശ്യങ്ങൾ പകർത്താറില്ല. അത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ പറഞ്ഞില്ലേ? മുഖ്യമന്ത്രിയോട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. നിങ്ങൾക്ക് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും മുഖ്യമന്ത്രിയോട് പറയാം. മുഖ്യമന്ത്രിയെ മറുപടി പറയേണ്ടതല്ലേ? ഇപ്പൊ ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പിന്നെ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പോയത്. അങ്ങയുടെ സ്ഥാനത്തായിരുന്നു രാവിലെ ആ ശകാരം. ശരിയായ മുഖ്യമന്ത്രിക്ക് ചേർത്തൊരു നടപടിയാണോ? പ്രതികരിക്കുമെന്ന് പറഞ്ഞാലും അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ CPIM, BJP, RSS നേതാക്കളുമായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള ജാഗ്രത ഇരു പാർട്ടികളുടെ അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും കോടിയേരി പറഞ്ഞു. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തും കോട്ടയത്തും കണ്ണൂരിലും ഉഭയകക്ഷി ചർച്ചകൾ വിളിക്കുമെന്നും കോടിയേരി പറഞ്ഞു. കണ്ണൂരിൽ 5-ാം തീയതിയും കോട്ടയത്തും തിരുവനന്തപുരത്തും നാളെയും ഉഭയകക്ഷി ചർച്ചകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്.